ഹായ് മക്കളെ, എല്ലാവർക്കും ലീഡ്സ് അക്കാദമി ട്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഋതുയോഗം എന്ന പാഠഭാഗവുമായിട്ടാണ്. അപ്പം ഇന്ന് നമുക്ക് ഋതുയോഗം എന്ന പാഠം ചർച്ച ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. ഋതുയോഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്, ആരാണ് എഴുതിയത് എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അതിനെക്കുറിച്ച് നോക്കിയാലോ. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിന് AR രാജരാജവർമ്മ നൽകിയ വിവർത്തനമാണ് ഇത് മലയാള ശാകുന്തളം എന്ന കൃതി. ഈ മലയാള ശാകുന്തളത്തിലെ അവസാന ഭാഗമാണ് ഇത് ഋതുയോഗം എന്ന് പറയുന്നത്. അപ്പം അഭിജ്ഞാന ശാകുന്തളം, കാളിദാസൻ എഴുതിയ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് എന്തായി? മലയാള ശാകുന്തളം എന്ന കൃതിയായിട്ടാണ് അറിയപ്പെട്ടത്. അപ്പം അതിലെ അവസാന ഭാഗമായ ഋതുയോഗം എന്ന പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് കടുകട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നും, അതിലെ ശ്ലോകങ്ങളും കാവ്യഭാഗങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പറഞ്ഞു പോകാം. അഭിജ്ഞാന ശാകുന്തളത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഋതുയോഗം എന്ന പാഠഭാഗത്തിലേക്ക് കടക്കുമ്പം നമുക്കതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാതെ വയ്യ. മാത്രമല്ല അഭിജ്ഞാന ശാകുന്തളം ആ ഒരു നാടകത്തിൽ എന്താണ് പറയുന്നത് എന്നും പറയാതിരിക്കാൻ പറ്റൂല. അപ്പം വളരെ ചുരുക്കി ആ കഥാഭാഗം ഒന്ന് നമുക്ക് പറയാം. അതായത് ആരായിരുന്നു? ദുഷ്യന്തനാണ് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ദുഷ്യന്തൻ ആരാണ്? ഹസ്തിനപുരത്തിലെ രാജാവാണ്. ഹസ്തിനപുരത്തിലെ രാജാവാണ് ദുഷ്യന്തൻ. ഹസ്തിനപുരത്തിലെ രാജാവായ ദുഷ്യന്തനും ശകുന്തള അല്ലേ, കണ്ണൻ്റെ വളർത്തു മകളായ ശകുന്തളയും തമ്മിൽ എന്താകുന്നു? പ്രണയത്തിലാകുന്നു. ഒപ്പം തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിവാഹശേഷം നമ്മുടെ ദുഷ്യന്തൻ തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ മടങ്ങിപ്പോയ വേളയിൽ നമ്മുടെ ശകുന്തള അവളുടെ ആശ്രമത്തിലിരുന്നു കൊണ്ട്, അവളുടെ വീട്ടിലിരുന്നു കൊണ്ട് ആരെ ഓർക്കുന്നു? നമ്മുടെ ദുഷ്യന്തനെ സ്വപ്നം കാണുകയാണ്. കല്യാണശേഷം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് കൊട്ടാരത്തിലേക്ക് തിരികെ പോയി. ആ സമയത്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്ഷിപ്രകോപിയായിട്ടുള്ള ദുർവാസാവ് അതുവഴി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ബഹുമാനിച്ചില്ല, തന്നെ ആദരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശകുന്തളയെ ശപിക്കുന്നു. ശകുന്തളയെ ശപിക്കുകയാണ്. വല്ലാത്തൊരു ശാപമായി പോയിട്ടോ. ആ ശാപം എന്തായിരുന്നു? തൻ്റെ ഭർത്താവിനെ, അതായത് ശകുന്തളയുടെ ഭർത്താവിനെ മറന്നു പോകട്ടെ എന്നുള്ളതായിരുന്നു ശാപം. അങ്ങനെ ആ ശാപത്തിന് പിന്നാലെ തന്നെ ശാപമോക്ഷത്തിനുള്ള ഒരു പരിഹാരവും കൂടി ആര് പറഞ്ഞു കൊടുത്തു? ദുർവാസാവ് പറഞ്ഞു കൊടുത്തു. ഒരു അടയാള മോതിരം ആരുടെ കയ്യിൽ കൊടുത്തു? ശകുന്തളയുടെ കയ്യിൽ കൊടുത്തു. ഈ അടയാള മോതിരം കാണിക്കുകയാണെങ്കിൽ ആരാരെ ഓർക്കുമെന്ന് പറഞ്ഞു? ദുഷ്യന്തൻ ശകുന്തളയെ ഓർത്തെടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഗർഭിണിയായ നമ്മുടെ ശകുന്തള ദുഷ്യന്തൻ്റെ അടുത്തേക്ക് പോവുകയാണ്, കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊട്ടാരത്തിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ശകുന്തളയുടെ കൂട്ടുകാരികൾ, തോഴിമാർ പറയുന്നുണ്ട്, നീ എന്ത് മറക്കരുത്, ആ മോതിരം, ആ അടയാള മോതിരം മറന്നു പോകരുത്, എടുക്കാൻ മറന്നു പോകരുത്, നഷ്ടപ്പെടുത്തുകയും ചെയ്യരുതെന്ന് പറയുകയാണ്. പക്ഷേ ആ മോതിരം ആരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു? നമ്മുടെ ശകുന്തളയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട ശേഷം ആ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. പക്ഷേ ദുഷ്യന്തൻ ശകുന്തളയെ തിരിച്ചറിയുന്നില്ല, അവളെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ അയക്കുകയാണ് ചെയ്യുന്നത്. വളരെ ദാരുണമായ അവസ്ഥ അല്ലേ. അങ്ങനെ ആ അവസ്ഥയിൽ തൻ്റെ ആരാണ്? മേനക ശകുന്തളയുടെ അമ്മയായ മേനക ശകുന്തളയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് അഭിജ്ഞാന ശാകുന്തളം എന്ന പാഠഭാഗത്തിൻ്റെ ആ ഒരു സന്ദർഭം, ഒരു കഥാസന്ദർഭം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് അതിലെ അവസാന ഭാഗമായ ഋതുയോഗം എന്ന ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറയട്ടെ ടീച്ചർ. അതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇത്രയും സംഭവ വികാസങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ദുഷ്യന്തൻ ഇന്ദ്രൻ്റെ ഒപ്പം യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ശേഷം തിരികെ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ആശ്രമ പരിസരത്തെത്തി. ആ ആശ്രമ പരിസരത്തെത്തിക്കഴിഞ്ഞപ്പോൾ ദുഷ്യന്തൻ കാണുകയാണ് മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയെ അതിൻ്റെ ഗളരോമങ്ങളുടെ കഴുത്തിലെ രോമത്തിൽ പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് അതിൻ്റെ വായിലെ പല്ലെണ്ണുന്ന ഒരു ബാലനെ കാണുകയാണ്.
ഇങ്ങനെ കണ്ട സമയത്ത് നമ്മുടെ രാജാവായ ദുഷ്യന്തൻ വിചാരിക്കുകയാണ്, ഇവനാള് കൊള്ളാലോ, ഇവൻ അത്ര മോശമല്ലല്ലോ അല്ലേ, ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ വല്ല കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കേണ്ട ഒരു പ്രായത്തിൽ അവൻ കളിക്കുന്ന ആരോടാണ്, ഒരു സിംഹക്കുട്ടിയോടാണ്. അപ്പം രാജാവ് വിചാരിക്കുകയാണ്, ഇവൻ വെറും ഒരു മുനികുമാരനല്ല അല്ലേ, ഇവൻ നല്ല ചക്രവർത്തി ലക്ഷണമുള്ള ഒരു കുട്ടിയാണ് എന്ന് രാജാവിൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ആ സമയത്ത് ആശ്രമ പരിസരത്തുള്ളവരൊക്കെ പറഞ്ഞ് നമ്മുടെ ദുഷ്യന്തൻ അറിയുന്നു, ഒരു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മകനാണ് ഈ ബാലകൻ പറയുന്നു. അങ്ങനെ ഈ ബാലൻ്റെ പേരെന്താണ്, സർവദമനൻ ആണ് എന്നും അറിയുന്നു. അപ്പോൾ നമ്മുടെ കഥയിലെ അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്, ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും മകനാണെന്ന് പിന്നീടാണ് കേട്ടോ ദുഷ്യന്തൻ തിരിച്ചറിയുന്നത്. അപ്പം സർവദമനൻ അടുത്ത ഒരു കഥാപാത്രം ആയിട്ട് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്. അവസാനം അവർ തമ്മിൽ തിരിച്ചറിയുന്നു, കണ്ടുമുട്ടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഋതുയോഗം എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായോ? അപ്പം നമ്മുടെ പാഠത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്ന ദുഷ്യന്തൻ, ശകുന്തള, മാതലി ദേവേന്ദ്രൻ്റെ സാരഥിയാണ്. പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. അതിൽ വരുന്ന കഥാപാത്രങ്ങളാണ് മാരീചൻ. ഈ മാരീച ആശ്രമത്തിൽ വെച്ചിട്ടാണ് ശകുന്തളയെ പിന്നീട് ഈ സർവദമനെയും ശകുന്തളയൊക്കെ നമ്മുടെ രാജാവ് കണ്ടുമുട്ടുന്നത്. അപ്പം ഭർത്താവ് ഉപേക്ഷിച്ച ശകുന്തളയെ മേനക കൊണ്ട് ചെന്നാക്കുന്നത് ഈ ആശ്രമത്തിലാണ്, അവിടെ വെച്ചിട്ടാണ് ഇവർ കണ്ടുമുട്ടുന്നത് കേട്ടോ. പിന്നെ അതിഥി എന്ന് പറയുന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. പിന്നെ വരുന്ന മെയിൻ കഥാപാത്രമാണ് ആര്, സർവദമനൻ. ഇത്രയും കഥാപാത്രങ്ങളെ മക്കൾ മറക്കാതെ പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ? പാഠഭാഗത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇതൊരു നാടകമാണല്ലേ. നാടകത്തിൽ ഒട്ടനവധി സംഭാഷണങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് എന്ത് വരുന്നുണ്ട്, ചെറിയ ചെറിയ കാവ്യശകലങ്ങൾ അല്ലേ, കാവ്യഭാഗങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിരിക്കും മക്കൾക്ക് ബുദ്ധിമുട്ട്. അപ്പം അത് ടീച്ചർ ഒന്ന് വേഗം പറഞ്ഞു പോകാം, ഒന്ന് അർത്ഥം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ സംഭാഷണത്തിൻ്റെ മുൻപായിട്ട് വരുന്ന ഒരു കാവ്യശകലമാണ്. ഏതാണ്? മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോട് വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ആ സംഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരെയാണ് കാണുന്നത്? മുല കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹക്കുട്ടിയുടെ കഴുത്തിലെ രോമങ്ങൾ പിടിച്ചുലച്ച് കളിക്കാനായി ശക്തിയോടെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ബാലനെയാണ് ആര് കാണുന്നത്? ദുഷ്യന്തൻ അവിടെ കാണുന്നത്. അവൻ്റെ പേരാരാണ്? അവൻ്റെ പേരെന്താണ്? സർവദമനൻ എന്നാണ് അവൻ്റെ പേര് വരുന്നത്. ഗളരോമങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുത്തിലെ രോമങ്ങളിൽ പിടിച്ചിട്ടാണ് വലിക്കുന്നത്. അപ്പം ദുഷ്യന്തൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണല്ലേ, ഇവൻ കളിക്കുന്നത് ഒരു ചെറിയൊരു മൃഗത്തോടെ ഒന്നും അല്ല അല്ലേ, കാട്ടിലെ രാജാവായ സിംഹത്തോടാണ് ഇവൻ മല്ലടിക്കുന്നത് അല്ലേ, കളിക്കുന്നത്. അപ്പം രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സിംഹം എന്ന് പറയുന്നത് എന്താണ്? കാട്ടിലെ ക്രൂരനായ ഒരു മൃഗമാണെന്ത് സിംഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നായാട്ടിനൊക്കെ പോകുമ്പോൾ തൻ്റെ ധീരത തെളിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ കീഴ്പ്പെടുത്തുന്ന ഒരു മൃഗമാണ് സിംഹം. പക്ഷെ ആ ബാലനെ സംബന്ധിച്ചിടത്തോളം അതെന്താണത്? തൻ്റെ ഒരു സഹജീവിയായിട്ടാണ് കാണുന്നത്. അപ്പം ഈ കാവ്യഭാഗത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത കാവ്യഭാഗം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എരിയാൻ വിറകിന് കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. ഏതോ മഹാപുരുഷന്റെ പുത്രനായ ഈ ബാലനെ എരിയുന്നതിന് വേണ്ടി വിറക് കാത്തു കിടക്കുന്ന തീപ്പൊരിക്ക് സമാനമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇവൻ ചെറിയ പുള്ളിയല്ല അല്ലേ, ഇവൻ വലിയൊരാളാണല്ലേ, വലിയ എന്താ പറയുക, എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അഗ്നിജ്വാലയായി മാറാനുള്ള കരുത്തുള്ള ഒരു വലിയൊരു ബാലനാണിവൻ അല്ലെ, നല്ല തേജസ്സുള്ള ഒരു കുട്ടിയാണെന്ന് രാജാവ് വിചാരിക്കുന്നു, ദുഷ്യന്തൻ ചിന്തിക്കുന്നു. അപ്പം മക്കളൊന്ന് അതിൻ്റെ അർത്ഥം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. അപ്പം ടീച്ചർ പറഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാവ്യഭാഗമാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. കളിക്കോപ്പേൽക്കാനായി കുതുകമൊട് നീട്ടിയിടുന്ന കരം വിളക്കിച്ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം വൃക്ഷമൊഴുകും ഉഷസ്സിൽ ദലകുലം തെളിഞ്ഞിടുന്നതെന്നായി വിടരുമൊരു തണ്ടാർ മലരുപോൽ. ബാലൻ്റെ കൈകളുടെ പ്രത്യേകത അല്ലേ, അതിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. സർവദമൻ അവൻ കൈ മലർത്തി കാണിച്ചപ്പോൾ കൈ കണ്ട് ദുഷ്യന്തന് തോന്നിയ കാര്യങ്ങളാണ് ഇവൻ ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് വിരലുകളുടെ ആ ഭംഗി അല്ലേ, എങ്ങനെ പോലെയാണ് താമരപ്പൂ വിളങ്ങുന്ന താമരപ്പൂ പോലെ അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ ചേർന്നിരിക്കുന്നത് പോലെയുള്ള മനോഹരമായ കൈകൾ,
രാജാവ് അവനിൽ കണ്ടതാണ് ഇവിടെ പറയുന്നത്. അപ്പം കുതുകമോടെ എന്ന് പറഞ്ഞാൽ കുറച്ച് അർത്ഥങ്ങളും പറയുന്നുണ്ട്. അർത്ഥത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ. കുതുകമോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗതുകത്തോടെ അല്ലെങ്കിൽ താല്പര്യത്തോടെ എന്ന് പറയാം. ദൃശ്യം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നല്ല പോലെ. പിന്നെ തണ്ടാർ മലർ, താമരപ്പൂവ്. തണ്ടാർ മലർ എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്, രാഗം, ചുവപ്പ്, ഉഷസ്, പ്രഭാതം. അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഉഷസ് എന്ന് പറയുന്നത് എന്താണ്? പ്രഭാതം. അപ്പം ഇതാണ് ഈ കാവ്യശകലത്തിന്റെ അർത്ഥം വരുന്നത്. അപ്പം മക്കള് നല്ല പോലെ വായിച്ചു നോക്കുക. അടുത്ത കാവ്യം എന്താണ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഈ വരികളുടെ പ്രത്യേകതകൾ. കാവ്യഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ പ്രയോഗങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത വരികൾ എന്താ നമുക്ക് നോക്കിയാലോ. പല്ലിൻ മൊട്ടുകൾ ഹേതുവന്യെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടെ ചൊല്ലിയും ചില വജസ വ്യക്തമുക്താക്ഷരം അംഗത്തിൽ കുതുക തൊട്ടേറിയമരും ബാലന്റെ പൂമേനിയിൽ തങ്കും പങ്കമണിഞ്ഞിടും സുഹൃതം ചെയ്തൊരു ധന്യം ജനം. എന്താണ് പറയുന്നത്? ഒരു കാരണവുമില്ലാതെ നിഷ്കളങ്കമായി പൂമൊട്ട് പോലെയുള്ള കുഞ്ഞി പല്ലുകൾ കാട്ടി ചിരിച്ചും തെളിഞ്ഞ മനസ്സോടെ രസിച്ചും അവ്യക്തമായ മധുരവുമായ വാക്കുകൾ പറഞ്ഞും കുട്ടികൾ കളിക്കുന്ന ഈ കാഴ്ചകൾ എന്താണ്? മാതാപിതാക്കൾക്ക് വളരെയേറെ ആനന്ദപ്രദം നൽകുന്ന കാഴ്ചകളാണല്ലേ. തൻ്റെ കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കരായിട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലേ. മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരവസ്ഥയാണതല്ലേ. തങ്ങളുടെ മടിയിലിരുന്ന് കൊഞ്ചിക്കുഴയുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പൊടി സ്വന്തം ശരീരത്തിൽ ഏൽക്കുന്ന പോലും മാതാപിതാക്കൾക്ക് സുഹൃതമായി കരുതുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് കുട്ടികളുടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള കളികളാണ് കാളിദാസൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ. കുഞ്ഞുങ്ങളുടെ ആ ഒരു കളികളും അവരുടെ പ്രായത്തിൽ അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വികൃതികളും ആ ഒരു നിഷ്കളങ്കതയും അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം തനിക്ക് ഉണ്ടാവുന്നില്ല എന്ന ദുഃഖമാണ് ദുഷ്യന്തൻ ഇവിടെ പറയുന്നത്. എന്തല്ലേ? അതായത് തനിക്ക് ഒരു കുഞ്ഞിനോടൊത്ത്, തൻ്റെ കുഞ്ഞിനോടൊത്ത് ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളോടൊത്ത് ഇരിക്കാനോ ഉള്ള ഒരു അവസരം ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഷ്യന്തൻ്റെ ഒരു വിഷമവും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ വരികളുടെ അർത്ഥങ്ങൾ മനസ്സിലായില്ലേ? അടുത്തതിലേക്ക് നമുക്ക് കടന്നാലോ. ഓക്കെ, അടുത്ത് തെറികാട്ടി ആശ്രമവിരുദ്ധ വൃത്തിനി ചെറുപാമ്പ് ചന്ദനമരത്തിലെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വയ്ക്കല. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ചെറുപാമ്പ് ചന്ദനമരത്തിൽ ചുറ്റിപ്പിണഞ്ഞ് കയറും പോലെ കുസൃതി കാണിച്ചുകൊണ്ട് നീ ആശ്രമത്തിന് ചേരാത്ത പ്രവൃത്തി ചെയ്യരുത്. പരിശുദ്ധവും പവിത്രവുമായ ഗുണത്താൽ സൗമ്യമായ നിന്റെ ജന്മത്തിന് ഒരിക്കലും ദോഷമുണ്ടാക്കി വെക്കരുത് അല്ലേ. അതായത് ഈ വരികൾ തന്നിട്ട് ഇവിടെ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആശ്രമ ജീവിതത്തെ എന്താണ്? ചന്ദനമരത്തോടും. അത്ര വിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ ചന്ദനമരം എന്ന് പറയുന്നത്. അപ്പം ആശ്രമത്തെ ചന്ദനമരത്തോടും സർവധമനനെ എന്തിനോടും ചെറു പാമ്പിനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ വരികൾ തന്നിട്ട് ചോദിക്കാം. അപ്പം അതൊന്ന് മക്കള് മനസ്സിലാക്കി വെക്കുക. അടുത്ത വരികൾ നമുക്കൊന്ന് നോക്കാം. ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവന്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖം ഇത്രമാത്രം. എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് പുണരുന്നൊരു പുണ്യവാന്. പറയണം എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഏത് വംശത്തിൽപ്പെട്ടവനാണ് ഈ കുട്ടി എന്നറിയാതെ ഇവന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ എനിക്ക് ഇത്രമാത്രം സുഖം തോന്നുന്നുവെങ്കിൽ പുത്രനാണെന്ന ചിന്തയോടെ ഇവനെ പുണരുന്ന പിതാവ് അനുഭവിക്കുന്ന നിർവൃതി എത്രത്തോളമാണ്. അതെ, സ്വന്തം മകനാണ് നിൽക്കുന്നതെന്ന് ഇയാൾ അറിയുന്നില്ല അല്ലെ, ഈ രാജാവ് അറിയുന്നില്ല. പക്ഷേ എന്താ പറയുക, ആരാണെന്നോ ഇവൻ ഏത് വംശത്തിൽപ്പെട്ടവനാണെന്നോ ഒന്നും അറിയുന്നില്ല. ഇവനെ തൊടുന്ന സമയത്ത് എനിക്ക് എത്രത്തോളം സുഖവും സന്തോഷവും കിട്ടുന്നുണ്ടെങ്കിൽ ഇവൻ്റെ പിതാവ് അല്ലേ, ഇവൻ്റെ പിതാവ് ഇവനെ പുണരുന്ന സമയത്ത് എത്രത്തോളം ആനന്ദത്തിൽ ആറാടുന്നുണ്ടാവും അല്ലേ, എത്രത്തോളം നിർവൃതി അനുഭവിക്കുന്നുണ്ടാവും എന്നൊക്കെ ആര് വിചാരിക്കുന്നു? ദുഷ്യന്തൻ വിചാരിക്കുകയാണ്. അപ്പം ആ കുട്ടിയുടെ നിഷ്കളങ്കവും ആ പ്രസരിപ്പും എല്ലാം ദുഷ്യന്തനെ ഏറെ ആകർഷിച്ചു എന്നർത്ഥമല്ലേ. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അല്ലേ. ആ കുഞ്ഞിനോട് വല്ലാത്തൊരടുപ്പം ആർക്ക് തോന്നുന്നു? ദുഷ്യന്തന് തോന്നുന്നു. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതായത് ഇത് എൻ്റെ പുത്രനായിരുന്നെങ്കിൽ എന്നുവരെ തോന്നിപ്പോകുന്നു ആർക്ക്? ദുഷ്യന്തന് എന്നാണ് ഈ വരികളിൽ പറയുന്നത്. ഇനി വരികൾ നമുക്ക് നോക്കിയാലോ. മലിനം വസനദ്വയം വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി പല നാളിവളുണ്ട് കാത്തിടുന്നു ഘനനാമെൻ്റെ വിയോഗ ദീക്ഷ സ്വാതി. എന്താ ഇവിടെ പറയുന്നത്?
വിരഹിണിയായ ശകുന്തളയെ ദുഷ്യന്തൻ കാണുന്ന ഒരു സന്ദർഭത്തിലേക്കാട്ടോ കടക്കുന്നത്. ഒരുപാട് കാലം അകന്നിരുന്നതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു പുത്രനുണ്ടായി അല്ലേ. ഇവർ മറന്നിരിക്കുകയായിരുന്നു അല്ലെ, അകന്നിരിക്കുകയായിരുന്നു. ശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ എന്താ പറയുന്ന മക്കളെ, അവൾ ധരിച്ചിരുന്ന ഇരുവസ്ത്രങ്ങളും അഴുക്ക് പുരണ്ടവയായിരുന്നു. അവിടെ നമ്മുടെ ശകുന്തളയെ കാണിക്കുകയാണ്, അവളുടെ രൂപവും അവൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ കാണിക്കുകയാണ്, പറയുകയാണ്. അവൾ ധരിച്ചിരുന്ന ഇരുവസ്ത്രങ്ങളും എങ്ങനെയാണ്, അഴുക്ക് പുരണ്ടവയാണ്. വ്രതത്താൽ ഏറെ മെലിഞ്ഞിരിക്കുന്നു, മുടി ഒറ്റക്കെട്ടായി ജട പിടിച്ചിരിക്കുന്നു. ദുഷ്ടനായ തൻ്റെ ദീർഘകാലമായുള്ള വേർപാട് കൊണ്ട് ശകുന്തള അനുഷ്ഠിക്കുന്ന വിയോഗവ്രതം കഠിനം തന്നെ. അവൾ ഇത്രയും കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നു അല്ലേ, തൻ്റെ ശരീരത്തെ നോക്കാതെ വ്രതം അനുഷ്ഠിച്ച് കാത്തിരുന്നു. അപ്പം സ്വയം എന്താ പറയുക, കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ എന്തൊരു ദുഷ്ടനാണ് എന്ന് ദുഷ്യന്തനെ തന്നെ വിമർശിക്കുകയാണ്. ഒരു ആത്മവിമർശനമാണ് അവിടെ കാണുന്നത്. അടുത്ത വരികളിൽ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്, മോഹമകന്നു തെളിഞ്ഞേൻ മോഹനതനു വന്നു നീയും എന്നരികിൽ രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്ത് ചേർന്ന് ഭാഗ്യവശാൽ. അങ്ങനെ അവര് കണ്ടുമുട്ടി. അതിനുശേഷം എന്താണ് ചന്ദ്രന്റെ ഭാര്യയാണ് ഇവിടെ രോഹിണി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, ചന്ദ്രന്റെ ഭാര്യയാണ്. അപ്പം എന്താണ്, രാഹു ഒരു ഇരുട്ട് വന്ന് മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതെല്ലാം മാറി എന്താണ്, ശാപശക്തി കൊണ്ട്, അതല്ലേ ശകുന്തള മറന്നുപോയ ആ ശാപശക്തി കൊണ്ട് ശകുന്തള മറന്നുപോയ ദുഷ്യന്തനെ എന്താണ്, ശാപമൊക്കെ അകന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത്രയാണ് ഈ വരികളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യവശാൽ എന്താണ്, ആ ഇരുട്ടൊക്കെ അകന്ന് നമ്മൾ ഒന്നിച്ചിരിക്കുന്നു, നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരികളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ, ഇന്നീ ജയ പ്രാർത്ഥന ഗദ്ഗതത്താൽ മന്ദിക്കിലും ഹന്തഫലിച്ചിതന്നിൽ താമ്പൂലരാഗം കലരാതെ നിന്റെ ബിംബാധര സുന്ദരി കാണുകയാലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, താമ്പൂലരാഗം എന്നിവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്, ബിംബാധരം അല്ലെ. താമ്പൂലരാഗം എന്ന് വെച്ചാൽ വെറ്റില മുറുക്കിൻ്റെ ചുവപ്പ്, വെറ്റില മുറുക്കാറില്ലേ, അതിൻ്റെ ചുവപ്പിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബിംബാധരം എന്ന് പറഞ്ഞാൽ മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും, ഇതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് വിരഹ ദുഃഖം അനുഭവിക്കുന്ന ശകുന്തള ഇത്രയും നാളും വിരഹ ദുഃഖം അനുഭവിച്ചു കഴിയുമായിരുന്നു അല്ലേ. അങ്ങനെയുള്ള സ്ത്രീകൾ വെറ്റില മുറുക്കാറില്ല എന്നാണ് പറയാറ്. അപ്പം ശകുന്തളയെ കണ്ടപ്പോൾ തൻ്റെ ചുണ്ടുകളിൽ മുറുക്കിയതിൻ്റെ അടയാളം കാണാത്തതിനാൽ അവൾ ദീർഘകാലമായി വേർപാടിൻ്റെ ദുഃഖം അനുഭവിച്ചിരുന്നു എന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ഇങ്ങനെ കണ്ട സമയത്ത് അവളുടെ ചുണ്ടുകൾ ചുവന്ന് തൊടുത്തിരുന്നോ? ഇല്ല. അവളുടെ ചുണ്ട് കണ്ടതിൻ്റെ, അതായത് മുറുക്കി ചുമന്ന് കാണാത്തൊരു ചുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി, ഇവിടെ ഇത്രയും കാലം എന്നെ പിരിഞ്ഞിട്ടുള്ള ആ വിരഹ ദുഃഖം അനുഭവിക്കുകയായിരുന്നു എന്ന് രാജാവ് തിരിച്ചറിയുന്നു. അങ്ങനെയോ ഇക്കാലം അത്രയും അവൾ തന്നെ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞപ്പോഴുണ്ടായ ദുഷ്യന്തൻ്റെ സന്തോഷമാണ് ഈ ശ്ലോകത്തിൽ. ഇക്കാലം അത്രയും അവൾ എന്നെ മറന്നില്ലല്ലോ, ഞാൻ ഉപേക്ഷിച്ചു, അതായത് ആ ഒരു ശാപത്തിൻ്റെ ഫലമായി ഞങ്ങൾ തമ്മിൽ അകന്നെങ്കിലും അവൾ എന്നെ മറന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്, എന്നെ അവൾ സ്നേഹിച്ചിരുന്നല്ലോ, എന്നെ അവൾ ഓർത്തിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് ആര് സന്തോഷിക്കുന്നു? നമ്മുടെ ദുഷ്യന്തൻ സന്തോഷിക്കുന്നു. ഇതാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. മക്കളെ, അടുത്ത വരികളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തെല്ലും ഞാൻ തള്ളി എന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളാല വല്ലഭേ നീ, അതായത് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു എന്ന പരിഭവം അല്പം പോലും നീ മനസ്സിൽ വെക്കരുത്. പിന്നെയോ എന്താണ് പറയുന്നത്? ആ സമയത്ത് എൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു? വളരെ മലിനമായുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ആ ശാപത്താൽ എൻ്റെ മനസ്സ് വളരെ മലിനമായിരുന്നു അല്ലേ പറയുന്നത്. മാല്യം മൂർധാവിലിട്ടാൽ തല കുടയും ഉടൻ പാമ്പതെന്നോതി അന്തൻ, അതായത് അത് പാമ്പാന്ന് വിചാരിച്ച് അന്തൻ്റെ തലയിൽ എന്ത് പൂമാലിട്ട് കഴിഞ്ഞാൽ അത് പാമ്പാന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ, കുടഞ്ഞു കളയും എന്ന് പറയുന്നത് അല്ലേ. അർത്ഥങ്ങൾ മനസ്സിലാക്കുക. തെല്ലും എന്ന് പറഞ്ഞാൽ അല്പവും, കല്യാണം, മംഗളം, വല്ലഭ, പത്നി, കലുഷ്യമത്, കലങ്ങിയ ബുദ്ധി, മലിനത, അഴുക്ക്. ഈ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ശകുന്തളയുടെ മനസ്സിൻ്റെ നന്മ തിരിച്ചറിയാൻ തൻ്റെ മനസ്സിൻ്റെ മാലിന്യം കൊണ്ട് കഴിഞ്ഞിരുന്നില്ലെന്ന കുറ്റസമ്മതമാണ് ദുഷ്യന്തൻ ഇവിടെ നടത്തുന്ന. മക്കളെ, ഈ വരികൾ ചോദിച്ചിട്ട് ഇതിലെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളൂ. എന്താണ്? ശകുന്തളയുടെ മനസ്സിൻ്റെ നന്മ തിരിച്ചറിയാത്തതിൽ അല്ലേ, തൻ്റെ മാലിന്യം കൊണ്ട് ആ നന്മ തിരിച്ചറിയാൻ പറ്റാത്തത് പോയതിൽ കുറ്റസമ്മതം നടത്തുകയാണ് ഇവിടെ ആര്? ദുഷ്യന്തൻ ചെയ്യുന്നത്. അടുത്ത വരികൾ എന്താന്ന് നോക്കിയാലോ. സമ്മോഹത്താൽ അവശനത് നാളേതു ഞാൻ തുള്ളിയായി ബിംബോഷ്ടത്തിൽ പരിചോട് പതിക്കുന്നതും പാർത്തു നിന്നേൻ. ഇന്നാ കണ്ണീർ ചുളിവഴും മിമയ്ക്കുള്ളിൽ നിന്നെ തുടച്ചിട്ട് അന്തസ്താപം സുമുഖി ദൈതേ ചെറ്റു ഞാൻ ഏറ്റിയിടട്ടെ. എന്താ പറയുന്നത്?
ശകുന്തള പണ്ട് ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ വെച്ച് വീഴ്ത്തിയ ചുടി കണ്ണീരാണ് താനിപ്പോൾ തുടയ്ക്കുന്നത്. പണ്ട് അവളെ ഉപേക്ഷിച്ച് വിട്ടു അല്ലേ, അവൾ ആ മോതിരം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കയറി ചെന്നപ്പോൾ എന്താ എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് തിരികെ അയക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പം അന്ന് നിന്റെ കണ്ണിൽ നിന്ന് വീണ ചുടു കണ്ണീര് താനിപ്പോൾ തുടച്ചു മാറ്റുകയാണ്. അതെല്ലാം മാറി നമ്മൾ തമ്മിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ. കൊട്ടാരത്തിൽ വെച്ച് പരിത്യജിച്ചപ്പോൾ ശകുന്തള പൊഴിച്ച കണ്ണുനീർ തുടയ്ക്കാൻ ദുഷ്യന്തന് സാധിച്ചിരുന്നില്ല അല്ലെ. അന്ന് ഇവളെ അറിയില്ല അല്ലെ, ശാപം കിട്ടിയ മൂലം മറന്നുപോയിരുന്നു. അതിന് പകരമായിട്ട് ഇപ്പോൾ അവളുടെ കണ്ണുനീരെല്ലാം തുടച്ച് അവളെ ആശ്വസിപ്പിക്കുകയാണ് ദുഷ്യന്തൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്, തിരിച്ചറിവാലുണ്ടായ പശ്ചാത്താപം ദുഷ്യന്തന്റെ മഹത്വത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ് തിരിച്ചറിവാലുണ്ടായ, തൻ്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞ് ഉണ്ടായി, അതിലെന്താണ് പശ്ചാത്താപം അല്ലേ. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് പശ്ചാത്താപിക്കുന്നു. അതിലെന്താണ് ദുഷ്യന്തന്റെ മഹത്വം അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീയോട് ചെയ്ത അപരാധത്തിന് ക്ഷമ ചോദിക്കാനും പ്രായച്ചിത്തം ചെയ്യാനും തൻ്റെ രാജപദവിയോ വീരത്വമോ തടസ്സമാകുന്നില്ലെന്ന് ശ്രദ്ധേയമാണ് അല്ലേ. ഞാൻ വലിയ രാജാവാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് എന്ത് ചെയ്യില്ല, മാപ്പ് കൊടുക്കൂല, അല്ലെങ്കിൽ അവളോട് എന്താണ് പ്രായച്ചിത്തം ചെയ്യില്ല, ക്ഷമ ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ മാറി നിന്നോ, രാജാവ് മാറി നിന്നോ? ഇല്ല. ദുഷ്യന്തൻ തൻ്റെ ഭാര്യയോട്, പത്നിയോട് എന്ത് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു, പ്രായച്ചിത്തമെല്ലാം പറയുന്നു. അതിന് തൻ്റെ ഒരു രാജപദവിയോ വീരത്വമോ ഒന്നും അവിടെ തടസ്സമായില്ല. അടുത്ത എന്താണ്, ഭവതിയുടയ പുത്രനെന്നുമേ പോരിൽ മുൻപൻ ഭുവനഭരണകർത്താഹന്ത ദുഷ്യന്തനിയാൾ ഇവനൊരു വില്ലാലസ്ത്ര കാര്യം നടന്നിട്ടവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി. എന്താ പറയുന്നത്, കശ്യപ പ്രജാപതിയായ മാരീചൻ സ്വഭഗ്നിയും ദേവമാതാവുമുള്ള അതിഥിയോട് പറയുന്ന സന്ദർഭമാണ്. ഇതെല്ലാം കാണുന്ന അന്ന് അല്ലേ, ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അതിഥിയോട് പറയുകയാണ്. എന്താണ് പറയുന്നത്, ദേവേന്ദ്രന് വജ്രായുധം ഉപയോഗിക്കേണ്ടി വന്നില്ല. കാരണം എന്താണ്, ദുഷ്യന്തൻ ശത്രുവിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. ദുഷ്യന്തന്റെ വീരത്വത്തെയാണ് മാരീചൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിന്റെ മകനായ ഇന്ദ്രൻ യുദ്ധത്തിൽ എന്നും മുമ്പനാണല്ലേ, ഒരു യുദ്ധം ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ ഭൂമിയെ പരിപാലിക്കുന്ന രാജാവാണ് ദുഷ്യന്തൻ അല്ലേ. ഇവന്റെ കുലവില്ലാൽ ശത്രു സംഹാരം നടത്തി. അതിനാൽ വജ്രായുധം ഇന്ദ്രന് കേവലം അലങ്കാരമായി മാറി. അവൻ അത്രയ്ക്ക് ശ്രേഷ്ഠനാണ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ദുഷ്യന്തൻ അത്രയ്ക്ക് ശ്രേഷ്ഠനാണ് അല്ലേ. അപ്പം ശത്രുവിനെ എല്ലാം ഇല്ലാതാക്കി വലിയ വീരനായിട്ട് വന്നു നിൽക്കുന്ന ദുഷ്യന്തനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അടുത്ത വരികളിൽ അതിഥിയെയും കശ്യപനെയും പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് പറയുന്നത്, അടുത്ത വരികളിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, അടുത്ത വരികളിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, പുരന്തര സമൻ കാന്തൻ ജയന്ത സദൃശ്യൻ സുതൻ ചൊല്ലാം ആശിസു മറ്റെന്ത് പൗലോമി തുല്യാകനീ. എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഇന്ദ്രതുല്യനായ ഭർത്താവ് അല്ലേ. ആരെയാണ്, ദുഷ്യന്തനെ അല്ലേ. ശകുന്തളയുടെ ഭർത്താവായ ദുഷ്യന്തനെ വിശേഷിപ്പിക്കുന്നതാണ് ഇന്ദ്രതുല്യനായ ഭർത്താവ്, ജയന്ത തുല്യനായ പുത്രൻ, നീ പൗലോമി തുല്യാവുക അല്ലേ. നീ ഇത്രത്തോളം എന്താ പറയുന്നത്, ഇന്ദ്രന്റെ ഭാര്യയാകുക. അത്ര സമാനമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും എല്ലാം വീരത്വവും ഒക്കെയുള്ള ഒരു രാജാവാണ് ദുഷ്യന്തൻ. അതുപോലെ തന്നെയുള്ള ഒരു നല്ലൊരു പുത്രനും നിനക്കുണ്ടല്ലേ. മറ്റെന്താശിസാണ് നിനക്ക് നൽകേണ്ടത്, എല്ലാം കൊണ്ടും നീ എന്താണ് സർവഗുണയാണ് അല്ലേ, ശ്രേഷ്ഠയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇത്രയുമാണ് മക്കളെ ഈ പാഠഭാഗത്തിന്റെ അർത്ഥഭാഗമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഈ വരികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വരികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് പാഠഭാഗം നല്ലപോലെ വായിച്ചിട്ട് പോവുക. മനസ്സിലാകാത്ത അർത്ഥങ്ങൾ ഇപ്പം ടീച്ചർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളുടെയൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം നല്ലപോലെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. അതായത് ശീർഷകത്തിൻ്റെ ഔചിത്യം നമുക്ക് ചോദിക്കാം അല്ലേ. ഇപ്പം ഋതുയോഗം എന്ന പാഠഭാഗത്തിൻ്റെ ഋതുയോഗം എന്ന് പേര് വരാൻ കാരണം എന്ത് എന്ന് ചോദിക്കാം. അതായത് ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും സമാഗമം വസന്തകാല അനുഭവം പോലെ സുന്ദരമാകിയാൽ ഋതു എന്ന പദം വസന്തകാലത്തെ സൂചിപ്പിക്കുന്നു. വസന്തം വരുമ്പോൾ വള്ളിപ്പടർപ്പുകൾ പൂവണിയുന്നു അല്ലേ. അവര് അകന്നിരുന്നിട്ട് പിന്നെ ഒന്ന് ചേർന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പം മോതിരം ധരിക്കൽ സൗഭാഗ്യത്തിൻ്റെ ചിഹ്നമാണ് ദുഷ്യന്തൻ്റെ വാക്കുകളിൽ നിന്ന് തെളിയുന്നു. അങ്ങനെ ഇതൊന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, മക്കളൊന്ന് ശരിക്കും നോക്കുക. എന്നിട്ട് ഋതുയോഗം എന്ന പദം ഇതിന് എത്രത്തോളം അനുയോജ്യമാണ് അത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് മക്കളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, സർവദമനനിൽ പ്രകടമാകുന്ന ഭാവങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കാം അല്ലേ. അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തികളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് സർവദമനൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കാം. അതായത് ദുഷ്യന്തൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ അവനെ വളരെയധികം ആകർഷിച്ച
ഒരാളാണ് ആര്? ഒരു ബാലനാണ് സർവദമനൻ അല്ലേ? അപ്പം അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. പിന്നെന്താണ് പറയുന്നത്? ആ സിംഹത്തോടുള്ള ആ ഒരു മൽപ്പിടുത്തവും അവൻ്റെ നിഷ്കളങ്കതയും ശ്രുതികളും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാനാവുന്നതാണ്. ഇനി കളിക്കോപ്പേൽക്കാനായി എന്ന് തുടങ്ങുന്ന കാവ്യഭാഗം ടീച്ചർ പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാവ്യഭാഗമാണ്. അതിൻ്റെ ചമത്കാര ഭംഗി വ്യക്തമാക്കാനായിട്ട് വരാം. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പം അതിലെ പ്രയോഗങ്ങളുടെ ഭംഗിയും അതിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഒന്ന് വിശകലനം ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഇനി വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ആശ്രമവിരുദ്ധമായി ബാലൻ്റെ പ്രവൃത്തിയെ സൂചിപ്പിച്ചത് എങ്ങനെ? ആശ്രമവിരുദ്ധമായി ബാലൻ്റെ പ്രവൃത്തി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? ചെറുപാമ്പ് ചന്ദനമരത്തെ അശുദ്ധമാക്കുന്നത് പോലെ അല്ലേ? ചെറുപാമ്പ് ചന്ദനമരത്തെ അശുദ്ധമാക്കുന്നതിനോടാണ് ആശ്രമവിരുദ്ധമായ ബാലൻ്റെ പ്രവൃത്തിയെ സൂചിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അടുത്ത ചോദ്യം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, ശകുന്തളയെ തിരിച്ചറിഞ്ഞ ദുഷ്യന്തൻ അവളോട് ക്ഷമ ചോദിക്കുന്നതിൽ നിന്നും തെളിയുന്ന ദുഷ്യന്തൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിരിക്കുന്നു. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ല പോലെ പരീക്ഷ എഴുതുക കേട്ടോ. ഓക്കെ.